കട്ടൻ ചായ 130. കട്ടൻ ചായ 130 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ സപ്പോർട്ട്. സബ്സ്ക്രൈബ് ചെയ്ത് 2933 വരായി. അതിന് ഞാൻ വളരെ നന്ദി പറയുന്നു. ഓൾ സബ്സ്ക്രൈബേഴ്സ് ആർ വെൽക്കം ടു ദിസ് പ്രോഗ്രാം. ലെറ്റ് സ്റ്റാർട്ട് ദ വർക്ക്. ഇൻഗ്രീഡിയൻസ്: ചായ ഉണ്ടാക്കാൻ 2 ഗ്ലാസ് ചായയാണ്. ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, മധുരം, തേയില, വെള്ളം, പനീർ കൂർക്കയുടെ ഇല. അതാണൊരു പ്രത്യേകത. ഇപ്പോൾ എനിക്ക് സ്വല്പം പനിയുണ്ട്, അതുകൊണ്ട് ആ പനിക്കൂർക്കയുടെ ഇലയും കൂടെ ഇടുകയാണ് അതിനകത്ത്. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതിലൊന്ന് കാണിച്ചു. ഇനി ആദ്യം മുതൽ കാണിക്കുകയാണ്. അതായത് ഇപ്പം കാണിച്ചത് നമ്മുടെ ഫിൽറ്ററിങ് യൂണിറ്റ്. ഇപ്പം ഇനി വെള്ളം എടുക്കാനുള്ള പാത്രം. ഇത് വെള്ളം, 2 ഗ്ലാസ് വെള്ളമാണ്. അടുത്ത ഐറ്റം സ്റ്റൗവാണ്. ഇത് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ. ഇത് നമ്മുടെ തേയില, ലിപ്റ്റൺ കമ്പനിയുടെ ഡാർജിലിംഗ് ബ്രാൻഡിലെ ലോങ് ലീഫ് ടീ. അടുത്ത കറുവാപ്പട്ട, ഏലക്ക. അത് ചതച്ചതല്ല, അരിഞ്ഞു വെച്ചിരിക്കുക. ഇത് ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നു. ആക്ച്വലി ഇതെല്ലാം പൊടിച്ച് ചതച്ചൊക്കെ ഇടുന്നതാണ്. ഇത് ഷുഗർ ഫ്രീ സ്വീറ്റ്നറാണ്. അതായത് മധുരം, പഞ്ചസാര രഹിത മധുരം. ഇതാണ് പനീർ കൂർക്കയുടെ ഇല. അത് 2 അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ പനി മാറും. അപ്പോൾ നമുക്ക് പണിയങ്ങ് തുടങ്ങാം. ഹീറ്റർ ഓൺ ചെയ്തതിന് നമുക്ക് 2 മിനിറ്റ് നേരത്തേക്ക് തിളപ്പിക്കുക ആവശ്യമുള്ളൂ. വെള്ളം ഒഴിച്ച് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. 2 ഗ്ലാസ് വെള്ളം തിളച്ച് വരുന്നതിന് 2 മിനിറ്റ് സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് 1, 2, 3 എന്ന് പറഞ്ഞ ഓരോന്നും ഇടുകയാണ്. ഇൻഗ്രീഡിയൻസ് ആദ്യം ഇടുന്ന ഇഞ്ചി ഇട്ടതിന് ശേഷം കറുവാപ്പട്ട, ഏലക്ക. ഇഞ്ചി ഇട്ടതിന് ശേഷം കറുവാപ്പട്ട, ഏലക്ക. അത് വന്ന് കറുവാപ്പട്ടയും ഏലക്കയും കൂടെ അരിഞ്ഞതാണത്. ഇതൊക്കെ ഇന്ന് ഇടിക്കാനൊരു സാധനം മേടിക്കണം. അത് ഈ കല്ല് കൊണ്ടുള്ള വേണോ സ്റ്റീൽ കൊണ്ടുള്ള വേണോ എന്നുള്ള തർക്കത്തിലാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ പനിക്കൂർക്ക ഇലയുടെ ഇലയാണ് ഇട്ടിരിക്കുന്നത്. അത് പനി വരുന്ന സമയത്ത് നല്ലതാണ്. പനി, ജലദോഷം, ശ്വാസം മുട്ടൽ, അതിനൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ അത് സ്വല്പം ഇട്ടതാണ്. അതൊരു ആയുർവേദ വിധിയാണ്. ഇനി നമുക്ക് 2 മിനിറ്റ് സമയമുണ്ട്. 2 മിനിറ്റ് സമയത്തേക്ക് നിങ്ങളോട് സംസാരിക്കാം. എനിക്ക് ഇന്നലെ മിനിഞ്ഞതൊക്കെ ഞാൻ ആ മൂഡ് ശരിയല്ലായിരുന്നുകൊണ്ട് സംസാരിച്ചില്ല. ഈ പ്രോഗ്രാം ഇങ്ങനെ നടത്തുന്നതിൻ്റെ 2-3 ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഈ ചെയ്ത് അതായത് പ്രാക്ടീസ് ചെയ്ത് നല്ല എഫിഷ്യൻ്റ് ആവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഫസ്റ്റ് ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശം, നമ്മളിതൊരു പ്രാർത്ഥനയോട് കൂടിയാണ്. അതായത് ബൈബിൾ വായിക്കുന്നപ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയോട് കൂടിയാണ് ഇത് നടക്കുന്നത്. മൂന്നാമത്തെ കാര്യങ്ങൾ സബ്സ്ക്രിപ്ഷനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനായിട്ട്. അപ്പോൾ എന്നെ ഇത്ര ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ സബ്സ്ക്രിപ്ഷൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ ഈ ഒരു വീഡിയോ, ഏതെങ്കിലും ഒരു കുഞ്ഞു വീഡിയോയുടെ ഷോർട്ട് വീഡിയോ ഇഷ്ടം പോലെ ഉണ്ട്. 1000-1500 വീഡിയോ ഉണ്ട്. അപ്പോൾ ആ ഒരു ഷോർട്ട് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു ഇമോജി ഇട്ട് ചുമ്മാതിരിക്കും. അത്രയും ചെയ്താൽ മാത്രം മതി. ബാക്കി എൻ്റെ കാര്യമാണ്. അങ്ങനെ കുറച്ച് ആളുകൾക്ക് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇമോജി ഇട്ടിട്ട് എഴുതേണ്ട കാര്യമില്ല. എന്നും കൂട്ടാക്കാവുന്നൊന്നും എഴുതണ്ട. ചുമ്മാ അന്ന് മനസ്സിലാക്കാനുള്ള കാര്യമുള്ളൂ. ഇമോജി ഇട്ട് കഴിഞ്ഞാൽ അവരൊരു കമൻറ്റ് നമുക്ക് തന്നതായിട്ടാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ കമൻറ്റ് ഇട്ടവരോട് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വീഡിയോ കണ്ടിട്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നാച്ചുറലാണത്. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു. അതിൻ്റെ ഹീറ്റർ ഓഫ് ചെയ്യാണ്. വെള്ളം തിളച്ചതിന് ശേഷം ഹീറ്റർ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ അടുത്ത നടപടികൾ വരുന്നത്. ഹീറ്റർ ഓഫ് ചെയ്തപ്പം വെള്ളത്തിന് തിളങ്ങുന്നു. ആ കറുവാപ്പട്ട, ഏലക്ക ഒക്കെ നല്ല സുഗന്ധം വരുന്നുണ്ട്. ഇനി നമ്മൾ തേയില ഇട്ടതിന് ശേഷം നമ്മൾ 5 മിനിറ്റ് അതുപോലെ സ്റ്റാൻഡ് സ്റ്റീലായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇളക്കുകയൊക്കെ ചെയ്യാം. വെച്ചുകൊണ്ടിരിക്കുന്നതിന് വെച്ചാൽ അതിൻ്റെ സത്ത് ആ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ടാണ്. ഇന്ന് ഞാൻ ഇച്ചിരി കൂടുതൽ സമയം വെച്ച് നമ്മുടെ ആ ഇലയും കൂടെ ഒന്ന് അതിൻ്റെ അകത്തുനിന്ന് ആയിക്കോട്ടെന്ന് വെച്ചിട്ട് അതിനെ കൂടെ ഒരു പവറൊന്ന് വന്നോട്ടെന്ന് വെച്ചിട്ട് കൂടുതൽ സമയം വെച്ച്. ഇനിയിപ്പോൾ നമ്മൾ ആ ഫിൽറ്റർ യൂണിറ്റിലേക്ക് 2 കുഞ്ഞ് സ്പൂൺ, അതായത് 1 സ്പൂൺ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മളൊരു ഗുളിക ഇട്ടുകൊണ്ടിരുന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഗുളിക ഇട്ട് ആ ഗുളികയ്ക്ക് തുല്യമാണ് 1 സ്പൂൺ. അതിൻ്റെ ആ കുഞ്ഞ് സ്പൂണിൻ്റെ 1 സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ 1 സ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യമാണ്. അപ്പോൾ അത് അടച്ച് വെച്ചേക്കാം. നന്നായിട്ട് അടയ്ക്കണം. ഇനി നമുക്കത് ഫിൽറ്റർ യൂണിറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്തൊരു ചായ നമുക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ മധുരം ശരിയായിട്ട് വരും.
അപ്പോൾ നമുക്ക് ഫിൽറ്റർ യൂണിറ്റിൻ്റെ ഫിൽറ്റർ സിസ്റ്റം എടുത്ത് വെച്ച് ആ ഫിൽറ്റർ വെച്ച് ഇപ്പോൾ ആ പിടിക്കുന്ന സാധനമുണ്ടല്ലോ ചിമിടി എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ട്രാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിടിച്ചിട്ട് അരിച്ച്, വലിയ ചൂടൊന്നുമില്ല, കുറച്ച് നേരം ഇരുന്നതല്ലേ. അപ്പോൾ നമ്മൾ ആ മരുന്നിൻ്റെ ഇലയുണ്ട്, ആ ഇലയൊക്കെ അതിൻ്റെ അകത്ത് അതിൻ്റെ ആ സത്തൊക്കെ ഇപ്പം വന്നിട്ടുണ്ട്. ഇന്നലെ സുഖമില്ല, ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഞാൻ മരുന്നൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. കഴിക്കാൻ തുടങ്ങിയൊന്നുമില്ല. ഡോക്ടർമാരുടെ മരുന്നിനേക്കാളും മുമ്പ് നമ്മുടെ കുറേ മരുന്നുകളൊക്കെ നോക്കിയിട്ട് അപ്പം ഒരു അഡ്വാൻസായിട്ട് മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ആ മധുരമൊക്കെ നന്നായിട്ട് ഇളക്കി അതിൻ്റെ അത് ശരിയായേ. ഇപ്പം നല്ല മധുരമുണ്ട്, നല്ല കളറുമുണ്ട്, നല്ല മധുരമുണ്ട്. ഇനി നമുക്കത് കപ്പിലേക്ക് ഒഴിക്കുകയാണ്. കപ്പിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിന് അവിടുന്ന് കൊണ്ടുവന്ന് മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കും. ഇതിപ്പോൾ അടുക്കളയിലാണ് ഇരിക്കുന്നത്. അടുക്കളയിൽ നമ്മൾ നമ്മുടെ മേശ ഇരിക്കുന്ന മുറിക്കകത്തോട്ട് കൊണ്ടുവന്ന് അവിടെ നമ്മൾ ബൈബിള് വചനം വായിക്കുന്നതിന് വേണ്ടി ആദരവോട് കൂടി തന്നെ ബൈബിൾ എടുത്തുകൊണ്ട് വന്ന് അവിടെ വെച്ചു. ഇനി നമുക്ക് ബൈബിളിനകത്ത് വചനം വായിക്കാനായിട്ട് നമുക്ക് കിട്ടുന്നത് ഫാദർ മാത്യു വൈരാമണ്ണിലച്ചൻ്റെ ഈ പ്രോഗ്രാം ഉണ്ടല്ലോ, ഡെയിലി ബ്ലെസ്സിങ് വചന ശുശ്രൂഷ. ആ വചന ശുശ്രൂഷയിൽ ഇന്നത്തെ വചനം സങ്കീർത്തനം 34:18 അതാണ് നമ്മൾ ഇന്നിവിടെ വായിക്കുന്നത്. ഇന്നത്തെ വചനം സങ്കീർത്തനങ്ങൾ 34:18 അത് നമ്മൾ ബൈബിളിൽ എടുത്തു വെച്ചു. അപ്പോൾ അത് വായിക്കുന്നതിന് വേണ്ടിയിട്ടൊരു സ്ക്രീൻഷോട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, അത് നോക്കി ഞാൻ വായിക്കാം. സങ്കീർത്തനങ്ങൾ അധ്യായം 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഇത് ഇത്രയേ ഉള്ളൂ ഈ വചനം. ഇത് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. കർത്താവെ, ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭത്തിന് ഗുഡ് ലക്ക് എന്നാണ് അർത്ഥം.